താനൂർ വാഴക്കാത്തെരുവ് അങ്ങാടി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തീരദേശ പട്ടണമാണിത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ചരക്ക് ഇടനാഴിയായിരുന്ന കനോലി കനാലിൻ്റെ തീരത്താണ് ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത്. കനാലിനും അറബിക്കടലിനും ഇടയിലായി താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അറബിക്കടലിൻ്റെ തീരത്താണ് ഈ മത്സ്യബന്ധന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കൂനൻ പാലവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അങ്ങാടി വലിയ പള്ളിയും പള്ളിയോട് ചേർന്നുള്ള വിശാലമായ കുളവും മത ഭൗതിക വിദ്യാഭ്യാസത്തിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന അപൂർവങ്ങളായ ഗ്രന്ഥശേഖരങ്ങളുടെയും കേന്ദ്രമായ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജും ഇവിടുത്തെ പ്രധാന ആകർഷണീയതകളാണ്. കടലിൽ പോകുന്നവരെ കൊണ്ട് വളരെ പുലർച്ചെ തന്നെ സജീവമാകുന്ന ഈ തിരക്ക് പിടിച്ച പട്ടണം രാത്രി വൈകിയും സജീവമായിരിക്കും. നിലവിൽ തിരക്ക് പിടിച്ച് പ്രവർത്തിക്കുന്ന ഈ പട്ടണം അതിന് ഇടക്കാലത്ത് ഈ അങ്ങാടിയുടെ പ്രതാപം നഷ്ടപ്പെട്ട് നിറം മങ്ങിയിരുന്നെങ്കിലും ഈ അടുത്ത കാലത്തായി അത് തിരികെ പിടിക്കാനും സജീവമാകാനും അതിന് സാധിച്ചിട്ടുണ്ട്. കൂനൻ പാലത്തിനോട് ചേർന്നുള്ള ഇടുങ്ങിയ റോഡുകളും വഴികളും പഴയകാലത്തിൻ്റെ ഓർമ്മകളുടെ ശേഷിപ്പുകളാണ്. മത്സ്യബന്ധനവും അനുബന്ധ ജോലികളുമാണ് ഈ പ്രദേശത്തുകാരുടെ പ്രധാന ജോലിയും വരുമാന മാർഗവും. ഈ അങ്ങാടിയിൽ നിന്നും 300 മീറ്റർ പടിഞ്ഞാറ് മാറിയാണ് താനൂർ ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടണത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന റോഡാണ് ഇത്. കൂട്ടായി, ഉണ്ണിയാൽ, ഒട്ടുംപുറം തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡാണ് ടിപ്പു സുൽത്താൻ റോഡ്. 1750കളോടെ മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരാലി മലബാർ പിടിച്ചടക്കുകയും മലബാറിനെ മൈസൂർ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതോടെ ഈ പ്രദേശങ്ങളെല്ലാം മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായി. ഹൈദരാലിയുടെ കാലശേഷം ടിപ്പു സുൽത്താനാണ് മൈസൂർ ഭരിച്ചത്. അദ്ദേഹമാണ് ഈ പാത നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ പടയോട്ടം ഈ പാതയിലൂടെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എറണാകുളം കോഴിക്കോട് തീരദേശ ഹൈവേ കടന്നു പോകുന്നത് ഈ പട്ടണത്തിലൂടെ ആയിരിക്കും. തീരദേശ ഹൈവേയുടെ വരവോടെ ഈ പ്രദേശത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും താനൂരിലെ തന്നെ പ്രധാന പട്ടണ കേന്ദ്രമായി ഈ പ്രദേശം മാറുകയും ചെയ്യും.